ഏറ്റവും സിമ്പിളായി ചിന്തിക്കാനും നമ്മുടെ സന്തോഷം ഇങ്ങനെ നിലനിർത്താനും പറ്റുന്നതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയും. എങ്ങനെയാണ് ഈ മൈൻഡ്ഫുൾനെസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്? നമുക്ക് സംസാരിക്കാം നമ്മളോടൊപ്പം ലൈഫ് കോച്ച് ആൻഡ് മൈൻഡ് ട്യൂണർ അനിൽകുമാർ PC. സോ വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സർ, ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ആ സന്തോഷം നിലനിർത്തി കൊണ്ടുപോകുക, ആ ഒരു രീതിയിൽ തന്നെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എങ്ങനെയാണ് നമുക്ക് ഈ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ കൊണ്ട് സാധിക്കുന്നത്? എങ്ങനെ അത് ചെയ്യാൻ പറ്റും? മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ കുറച്ച് ഡീപ്പായിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും. അതിന് മുമ്പ് മൈൻഡ്ഫുൾനെസ് എന്ന വേർഡിനെ നമുക്കൊന്ന് പഠിക്കാം. അതെ അതെ അതാണ് ആദ്യം അറിയേണ്ടത്. 2 സ്റ്റേറ്റ്സ് ഉണ്ട്. ഞാൻ എപ്പോഴും പഠിപ്പിക്കുന്ന ഇങ്ങനെ, നമുക്ക് 2 സ്റ്റേറ്റ്സ് ഉണ്ട് മൈൻഡിന്. ഒന്ന് മൈൻഡ് ഫുൾ, മറ്റൊന്ന് മൈൻഡ്ഫുൾ. മൈൻഡ് ഫുൾ എന്നുള്ളത് മൈൻഡ്ഫുൾ എന്നുള്ളത് 2 അർത്ഥമാണ്. അത് ശരി. മൈൻഡ് ഫുൾ എന്ന് FUL ആണ്, ഡബിൾ L ആണ്. അത് മനസ്സ് നിറഞ്ഞിരിക്കുന്നു, കുത്തിത്തിരികെ പോലെ ചിന്തകൾ കൊണ്ട് നിറഞ്ഞ മനസ്സ്. മൈൻഡ്ഫുൾ എന്ന് പറഞ്ഞാൽ മനോനിറവ് എന്നാണ്, നിറവുള്ള മനസ്സ്. എനിക്ക് അയാളെ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു എന്ന് പറയില്ലേ, എനിക്ക് സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു എന്ന് പറയില്ലേ. ആ നിറവ് എന്ന് പറയുന്നത് സഫക്കേഷൻ അല്ലല്ലോ, സന്തോഷമല്ലേ. ഈ 2 സ്റ്റേജസ് ഉണ്ട് നമുക്ക്. അപ്പം ഇതിൽ നമ്മുടെ മൈൻഡ്, നമ്മൾ ആക്ച്വലി മൈൻഡ്ഫുൾ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കോൺഷ്യസ് പ്രാക്ടീസസ് വേണം. അതിനുള്ള മെയിൻ റീസൺ എന്താണെന്നറിയോ? നമ്മുടെ മൈൻഡിന് സങ്കല്പ ലോകം റിയൽ ലോകത്തെക്കാൾ ഇഷ്ടമാണ്. അതിന് ഫ്യൂച്ചറും പാസ്റ്റും സങ്കല്പ ലോകമാണല്ലോ. കഴിഞ്ഞു പോയൊരു സംഭവം നമുക്ക് ഇപ്പോൾ ഇന്നലെ ഉണ്ടായൊരു സംഭവം ഇപ്പം ഇരുന്ന് ഓർക്കണം. അപ്പോൾ അത് എവിടെ നിന്നാണ് നമ്മൾ അതിൻ്റെ ഇമേജസ് കാണുന്നത്? നമ്മുടെ സങ്കല്പത്തിലാണ്. നമ്മുടെ ഇമാജിനേഷനിൽ കിടക്കുന്ന സാധനത്തെ നമ്മൾ പോയി റിവൈൻഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നാളെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് ഇപ്പം ഞാൻ ഇരുന്ന് ചിന്തിക്കുവാണ്. അപ്പോഴും അത് ഏത് വേൾഡിലാണ് നടക്കുന്നത്? ഇമാജിനറി വേൾഡിലാണ് നടക്കുന്നത്. ഫ്യൂച്ചറും പാസ്റ്റും ഇമാജിനറി വേൾഡിലാണ്. ഇപ്പോൾ റിയൽ വേൾഡിൽ, ഇപ്പോൾ അനീഷയുടെ ജീവിതത്തിൽ റിയൽ വേൾഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്താ? ഇപ്പോൾ ഈ ഇന്റർവ്യൂ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദിസ് ഈസ് റിയാലിറ്റി. അതെ. ഇപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ തമ്മിൽ ഒരു ഇന്റർവ്യൂ നടന്നിരുന്നു. അതിപ്പോ ഓർത്തെടുക്കണം, അത് ഇമാജിനറി വേൾഡ് പോയിട്ട് കൊണ്ടുവരണം. ഇനി വേണമെങ്കിൽ നമ്മുടെ അടുത്തൊരു സെഗ്മെന്റ്, അടുത്ത ഇന്റർവ്യൂ നടക്കുന്ന ഒരു ദിവസം വേണമെങ്കിൽ ഇമാജിൻ ചെയ്യാം നമുക്ക്. പക്ഷെ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഇന്റർവ്യൂ അല്ലേ, ദിസ് ഈസ് എ പ്രസന്റ് മൊമെന്റ്. നമ്മുടെ മൈൻഡിന് പൊതുവെ പ്രസന്റ് മൊമെന്റിൽ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാസ്റ്റിലെയോ ഫ്യൂച്ചറിലെയോ നടന്നതോ നടക്കാനിരിക്കുന്നതോ ആയ ഒരു സംഭവത്തെ പോയി ഇങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കുന്ന ഒരു ശീലം മനുഷ്യ മനസ്സിന് പൊതുവേ ഉണ്ട്. ഇത് നമ്മൾ പൊതുവെ എക്സ്പീരിയൻസ് ചെയ്യുക അധികം മനസാന്നിധ്യം ആവശ്യമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുമ്പോഴാണ്. നമ്മളിങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറെന്തേലും ആലോചിക്കാം, നമുക്ക് കുളിക്കുമ്പോൾ വേറെന്തേലും ആലോചിക്കാം, മുറ്റം അടിച്ചു വരുമ്പോൾ വേറെന്തേലും ആലോചിക്കാം, നമ്മളൊരു കറിക്ക് കഷ്ണം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേറെന്തേലും ആലോചിക്കാം, നമ്മൾ ഡ്രസ്സ് ഇസ്തിരിടുവാണെങ്കിൽ വേറെന്തേലും ആലോചിക്കാം. പക്ഷേ നമ്മളൊരു സൂത്രവാക്യം പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചോ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കണം, നാളെ പരീക്ഷയ്ക്കുള്ളതാണ്. അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ആലോചിക്കാൻ പറ്റില്ല. മൈൻഡ് എൻഗേജ് ആയിട്ടുണ്ട്. അതിൽ മൈൻഡിൻ്റെ എൻഗേജ്മെൻറ്റ് അധികം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ മൈൻഡ് മറ്റെവിടെയെങ്കിലും ആയിരിക്കും. എന്നോട് പല ആളുകളും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനം പറയാറുണ്ട്. വണ്ടി കയറിയിരുന്നു, എന്തൊക്കെയോ ആലോചിച്ച് മറ്റേ സ്ഥലത്ത് എത്തിയപ്പോഴാണ് അറിഞ്ഞത് 16 കിലോമീറ്റർ യാത്ര ചെയ്ത് വന്നു എന്നുള്ളത്. അതിനർത്ഥം ഈ വ്യക്തി 16 കിലോമീറ്റർ ട്രാവൽ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൈൻഡ് വേറെ ഏതോ ലോകത്തിലാണ്, എന്തൊക്കെ ചിന്തയിലാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കണ്ണ് കറക്റ്റായിട്ട് റോഡിലുണ്ട്, വണ്ടികളൊന്നും ഇടിക്കാതെ അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കോൺഷ്യസ്നെസ് വേറെ എവിടെയോ ആണ്. അത് എത്ര അപകടത്തിന് സാധ്യതയുണ്ടാക്കുന്ന കാര്യമായിരിക്കാം എന്നറിയോ? അപ്പം ജീവിതത്തിൽ പലപ്പോഴും ശരീരം ഇരിക്കുന്നിടത്ത് മനസ്സിരിക്കുന്നില്ല. ശരീരം ഇവിടെ എന്തോ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു, ഒരു കാര്യം ചെയ്തുകൊണ്ട്, ഉദാഹരണത്തിന് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. മനസ്സ് ഇന്നലെ നടന്ന ഒരു ഇൻസിഡൻറ്റിനെ പോയി തോണ്ടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് മൈൻഡ്ഫുൾനെസ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് സ്റ്റേജ്. മനസ്സും ശരീരവും ഒരുമിച്ചൊരിടത്ത് ഇരിക്കുന്നില്ല എന്നൊരവസ്ഥ. ഇത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ എന്നും എക്സ്പീരിയൻസ് ചെയ്തു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. 2-3 പ്രശ്നങ്ങൾ. ശ്രദ്ധ കുറവാണ് ഒന്നാമത്തെ പ്രശ്നം. നമ്മുടെ അറ്റൻഷൻ പോകും. അയ്യോ, ഞാനിതിൽ ഉപ്പിട്ടോ ഉപ്പിട്ടില്ലയോ, കൺഫ്യൂഷനാവും. പിന്നെ നമ്മളിങ്ങനെ ഓരോന്ന് ചിന്തിച്ച് പേഴ്സ് എടുത്ത് പോക്കറ്റിലിട്ടു, ചാവി എടുത്ത് കയ്യിൽ വെച്ചു, കുടയെടുത്ത് കയ്യിൽ വെച്ചു, അങ്ങനെ അത് ഇതൊക്കെ ചിന്തിച്ച് പൂട്ടി പുറത്തിറങ്ങി കുറച്ച് ദൂരം ഇങ്ങനെ, അയ്യോ ഞാൻ ഡോറ് ശരിക്കും ലോക്ക് ചെയ്തോ, വീണ്ടും കൺഫ്യൂഷൻ ആവുക. അത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തികളിലും നമ്മൾ കോൺഷ്യസ്ഡ് അല്ല. നമ്മൾ വൈകുന്നേരം പോകുന്നു,
നമ്മുടെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് ഇവിടെ വെക്കുന്നു, പേഴ്സ് അവിടെ എടുത്ത് വെക്കുന്നു, ചാവി അവിടെ എടുത്ത് വെക്കുന്നു. കുറച്ച് കഴിഞ്ഞ് എന്തോ ഒരു ആവശ്യത്തിന് പേഴ്സ് തരുമ്പോൾ ആക്ച്വലി ഞാൻ പേഴ്സ് എവിടെ വെച്ചത്, നമ്മളത് ബോധപൂർവം അല്ല വെക്കുന്നത്. ഇങ്ങനെ പലപ്പോഴും നമുക്ക് സംഭവിക്കാറുണ്ട്. മറ്റൊരു റൂമിൽ നിന്ന് ഈ റൂമിലോട്ട് ചിലപ്പോൾ എന്തെങ്കിലും എടുക്കാനായിരിക്കും വരുന്നത്, അറ്റ്ലീസ്റ്റ് ഒരു ചീപ്പ് എടുക്കാൻ വരുന്നതായിരിക്കും. ഞാൻ എന്തിനാ വന്നത്, അത് ചീർപ്പെടുക്കാനാ വന്നതെന്ന് ഓർമ്മയില്ല. ഓർമ്മയില്ല. പിന്നെ ഇങ്ങനെ നടക്കും, ഞാൻ എന്തിനായിരുന്നു എന്തിനായിരുന്നു. വന്നത്. അതെ, ഈ എന്തുകൊണ്ടാണ് ഈ സോൺ ഔട്ട്, ഈ അശ്രദ്ധ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നറിയോ? നമ്മൾ ഓരോ കാര്യം മൈൻഡ്ഫുൾ അല്ലാതെ ചെയ്യുന്നത് കൊണ്ടാണ്. എനിക്കിത് ഒരു കാലത്ത് നല്ലപോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മെയിനായിട്ട് ഞാൻ ഉണ്ടോ മെയിനായിട്ട് ബുദ്ധിമുട്ടിയിരുന്ന ഒരു പ്രശ്നം, ഞാൻ ആ ഡോർ ലോക്ക് ചെയ്തിരുന്നോ എന്ന് എനിക്ക് സംശയമാവും. ഞാൻ വണ്ടി ഓടിച്ച് വേറെ സ്ഥലത്ത് പോവാറ്. ആണോ? കുറച്ച് ദൂരം പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടല്ലായിരുന്നല്ലോ എനിക്ക് വരേണ്ടിയിരുന്നത്, അതുവഴി ഇങ്ങനെ പോവായിരുന്നല്ലോ, ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്, പിന്നെ തിരിച്ചു പോയിട്ടുണ്ട്. ഞാൻ ചില സാധനം പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞുതരാം. ഞാനൊരു കീ സെറ്റ് അതിങ്ങനെ ഈ ഒരു ടീപ്പോയുടെ മേലെ വെക്കുന്നു, പിന്നെ ഈ സാധനം എവിടെ വെച്ചെന്ന് മറന്നു പോയിട്ടുണ്ടാവും. ഇതിനൊക്കെ ഞാൻ സിമ്പിളായിട്ടാണ് പ്രാക്ടീസ് ചെയ്തത്. എനിക്കറിയാം ഞാൻ ഈ സാധനം വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒരു കീ സെറ്റ് അവിടെ വെക്കുമ്പോൾ ഞാൻ കീ സെറ്റ് ടീപ്പോയുടെ മേൽ വെക്കുകയാണ്, ഞാൻ കീ സെറ്റ് ടീപ്പോയുടെ മേൽ വെക്കുകയാണ്, ഞാൻ കീ സെറ്റ് ടീപ്പോയുടെ മേൽ വെക്കുകയാണ്. 3 തവണ മനസ്സിൽ സ്പീഡിൽ പറയും. കുറച്ച് സെക്കൻഡ്സ് മതി അതിന്. അത് 3 തവണ മനസ്സിൽ പറഞ്ഞിട്ട് ആ കീ സെറ്റ് അവിടെ വെക്കുക. പിന്നെ എനിക്കത് ഓർമ്മയുണ്ടാവും. പിന്നെ ഞാൻ ചില സാധനങ്ങൾ കൊണ്ട് ഒളിപ്പിച്ച് വെക്കും. ചിലപ്പോൾ നമ്മളൊരു ട്രാവൽ പോവുകയാണ്, അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ട്, ഇതൊക്കെ കൂടെ പൊതിഞ്ഞിട്ട് എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിച്ച് വെക്കണം. നമ്മൾ അലമാറയിൽ വെച്ച് പോയ കള്ളം വന്ന് ആദ്യം അത് തുറക്കുന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്, ആ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അത് പറയും. അല്ലെങ്കിൽ തിരിച്ച് ഞാൻ ട്രാവൽ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ ഞാനത് എവിടെ വെച്ചെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പം ഞാനത് കോൺഷ്യസ്ലി പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങി എന്നെ. അങ്ങനെയാണെങ്കിൽ സാർ ഞാനൊന്ന് ചോദിക്കട്ടെ, അങ്ങനെ 2 പ്രാവശ്യം എനിക്ക് ഇതുപോലെ സംഭവിച്ചപ്പോൾ ഞാൻ പോയി, ഇപ്പം എനിക്ക് പോവേണ്ടത് വഴുതക്കാടാണ്, എനിക്ക് പോവേണ്ടത് വഴുതക്കാടാണ്, അത് ഈ മനസ്സിലെ ഇത് പറഞ്ഞു പോവാറുണ്ട്. ശരിയാവുന്നുണ്ടോ? എന്നിട്ട് ശരിയാവും, അതാണ് പോയിന്റ്. ശരിയാവും. അതായത് ഒരു മകരവിളക്കും ഫുട്ബോളും ഒക്കെ നടക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണിങ് കമന്ററി പറയുന്ന ഒരാളുണ്ടാവില്ലേ, ഇതുപോലെ നമ്മുടെ മൈൻഡ് നമുക്ക്. ഞാൻ വിചാരിച്ചത് ഇതെനിക്ക് എന്തോ പ്രശ്നമുള്ളതുകൊണ്ടാണ് ഞാനിത് പറയണത്. അല്ല, ദിസ് ഈസ് എ സൊല്യൂഷൻ. നമ്മൾ തന്നെ സ്വയം സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതാണ്. ഞാനും ഇങ്ങനെ സൊല്യൂഷൻ സ്വയം കണ്ടുപിടിച്ചാണ്. ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, സോൺ ഔട്ട് ആവുന്നത് കുറയാൻ. സോ കുറേ ശ്രദ്ധ. പക്ഷേ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നത് എവിടെയെന്നറിയോ? ഈ സാധനം ശരിക്കും നമുക്ക് റെഡ്യൂസ് ആവാൻ മൈൻഡ്ഫുൾ ആയാൽ മതി. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം, നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ശ്രദ്ധക്കുറവ്. നമ്മൾ ഇങ്ങോട്ട് പോകേണ്ട ആൾ അങ്ങോട്ട് പോകുന്നത്. രണ്ടാമത്തെ നമ്മൾ അനുഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നമ്മൾക്ക് ഹാപ്പിനെസ് കുറവാണ്. സാധാരണഗതിയിൽ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ 10-15 വയസ്സ് വരെയൊക്കെ അനുഭവിച്ചിരുന്ന സന്തോഷത്തിൻ്റെ അളവ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു സന്തോഷവും ഇല്ല ജീവിതത്തിൽ. ജീവിതം വെറും ഒരു നീക്കിക്കൊണ്ടുപോകല, തള്ളിക്കൊണ്ടുപോകല. ജീവിതത്തിൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സാധനം ഇല്ലെന്ന് തോന്നുക. ഇതൊരു പ്രശ്നം. അടുത്തത് എന്താണെന്നറിയോ? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് വേഗം മടുക്കുന്നു, അതിൽ എൻഗേജ് ആവാൻ പറ്റുന്നില്ല, നമുക്ക് ബോറടിച്ച് മടുക്കുന്നു, നിർത്തുന്നു. ഈ 3 സ്റ്റേജസിനും പരിഹാരമാണ് മൈൻഡ്ഫുൾനെസ്. ശ്രദ്ധ കൂടും, ബോറിങ് കുറയും, ഹാപ്പിനെസ് ഇമ്പ്രൂവ് ആവും. ഇതാണ് മൈൻഡ്ഫുൾനെസ്. ഇനി മൈൻഡ്ഫുൾനെസ്സിൻ്റെ മെയിനായിട്ടുള്ള തന്തു എന്താണെന്ന് പറയട്ടെ. നമ്മുടെ മനസ്സിനെ വർത്തമാന സമയത്തിലേക്ക് കൊണ്ടുവരണം, പ്രസൻറ്റ് ടൈമിലേക്ക്. പ്രസൻറ്റ് ടൈമിലേക്ക് നമ്മുടെ മൈൻഡിനെ കൊണ്ടുവരുവാൻ ഏറ്റവും നല്ല ഐഡിയ എന്താണെന്നറിയോ? പ്രസൻറ്റ് മൊമെൻറ്റിൽ മൂവിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒന്നിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് മൈൻഡ് വരും. ഒരു വെള്ളച്ചാട്ടം നോക്കി നിൽക്കുമ്പോൾ സന്തോഷം വരാറില്ലേ? പറവകളെല്ലാം കൂടെ കൂട്ടത്തോടെ പറന്നു പോകുന്ന ഒരു സീന് കാണാം, നോക്കി നിന്ന സന്തോഷം വരില്ലേ? ഒരു ശാന്തത കിട്ടും അല്ലേ? ഒരു മഴയത്ത് മരങ്ങളെല്ലാം കൂടി ആടിയോ ലയുന്ന ഒരു സീനിലേക്ക് നോക്കുമ്പോൾ ഒരു ഹാപ്പിനെസ്. എന്താ സംഭവം എന്നറിയോ? എ മൂവിങ് തിങ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്. അത് 2 വിഷയങ്ങളുണ്ട്. പ്രസൻറ്റ് മൊമെൻറ്റിലായിരിക്കണം, മൂവിങ് തിങ് ആയിരിക്കണം. പ്രസൻറ്റ് മൊമെൻറ്റിൽ മൂവ് ചെയ്യുന്ന എന്തിലേക്കെങ്കിലും നമ്മൾ കുറച്ച് നേരം സൂക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ മൈൻഡിന് മൈൻഡ്ഫുൾനെസ് എന്ന സ്റ്റേജ് ഉണ്ടാവും. അപ്പോൾ നമുക്കത് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ഹാപ്പിനെസ് അനുഭവിക്കും. അപ്പോൾ ഒരു ചോദ്യം, പ്രസൻറ്റ് മൊമെൻറ്റിൽ മൂവ് ചെയ്യുന്ന എന്തെങ്കിലും സാധനം എപ്പോഴും നമുക്ക് കാണാൻ കിട്ടുമോ? സാധ്യത ഇപ്പോൾ വെള്ളച്ചാട്ടം കാണാൻ പറ്റുമോ ഇവിടെ ഇരിക്കുമ്പോൾ? പക്ഷികൾ പറക്കുന്നത് കാണാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ ഇവിടെ മൂവ് ചെയ്യുന്ന പ്രസൻറ്റ് മൊമെൻറ്റിലുള്ളതായിരിക്കണം, മൂവിങ് മോഡിലുള്ളതായിരിക്കണം. എന്താ ഉള്ളത്? മൂവിങ് മോഡിൽ ഇപ്പം നമ്മൾ മൂവ് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മൾ രണ്ടാളുള്ളൂ. പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ, വേറൊരു കാര്യം. നമ്മുടെ ബോഡിയിൽ തന്നെ പ്രസൻറ്റ് മൊമെൻറ്റിൽ
മൂവിങ് മോഡിലുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട്? കണ്ണുണ്ട്, കണ്ണ് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ തല ഇടയ്ക്കൊന്ന് ഒന്ന് ഷേക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ സംസാരിക്കുന്നുണ്ട്, നമ്മുടെ ചുണ്ട് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളൊന്നും ചെയ്യാതിരിക്കുവാണെങ്കിലും കണ്ണടച്ച് ഒന്നും ചെയ്യാതിരുന്നാലും പ്രസന്റ് മൊമെന്റിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ ആക്ടിവിറ്റി ബോഡിയിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും? നമ്മുടെ മൈൻഡ്. അത് പോട്ടെ, അത് കുറച്ച് അബ്സ്ട്രാക്റ്റ് ആയി പോയില്ലേ. വേറെ ഹാർട്ട് ബീറ്റ്, അതെ, ഫുൾ ടൈം മൂവിങ്, ഫുൾ ടൈം മൂവിങ് ആണ്. ശ്വാസം അതെ, ഫുൾ ടൈം മൂവിങ്ങിലല്ലേ. ഇനി ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മളുടെ ബോഡിയിൽ നമുക്ക് ഫിസിക്കലി ആക്സസബിൾ ആയിട്ടുള്ള 2 പ്രവൃത്തികൾ, ആ പ്രവൃത്തികൾക്കൊരു പ്രത്യേകതയുണ്ട്. ആ പ്രവൃത്തി 24/7 അത് അൺകോൺഷ്യസ് മോഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. വേണമെങ്കിൽ നമുക്കതിനെ കോൺഷ്യസ് മോഡിലേക്ക് ആക്കാനും പറ്റും. ഇങ്ങനെ 2 ആക്ടിവിറ്റീസ് ഉണ്ട് ബോഡിയിൽ. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് കണ്ണിമ വെട്ടുന്നത്, മറ്റൊന്ന് ശ്വസിക്കുന്നത്. ഇപ്പൊ കണ്ണിമ വെട്ടുന്നത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും 24/7 അത് ഓട്ടോമാറ്റിക്കലി ഇമ വെട്ടും. പക്ഷെ നമുക്കൊന്നിങ്ങനെ ഇമ വെട്ടണം എന്നുണ്ടെങ്കിൽ കോൺഷ്യസ്ലി ചെയ്യാനും പറ്റും. മറ്റൊരു പ്രവൃത്തിയാണ് ശ്വാസം. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ശ്വാസം ഓട്ടോമാറ്റിക്കലി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻടേക്ക് ചെയ്യുന്നുണ്ട്, ഔട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് കുറച്ച് ഞാനൊന്ന് ശ്വാസം എടുക്കട്ടെ ബോധപൂർവവും ചെയ്യാൻ പറ്റും. അതായത് അൺകോൺഷ്യസ്ലി നടക്കുന്ന ഒരു ആക്ടിനെ കോൺഷ്യസ്ലിയും നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലെ കണ്ണിമ വെട്ടലിനെ നമ്മൾ ഉപേക്ഷിക്കുക കേട്ടോ. കാരണം അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനെടുത്താൽ കണ്ണുവേദന വരും, തലവേദനയൊക്കെ വരും. ഇനി നമുക്ക് അവശേഷിക്കുന്നത് ഇവിടെ ശ്വാസമാണ്. ശ്വാസം നമ്മുടെ ബോഡിയിൽ വേണമെങ്കിൽ കോൺഷ്യസ്ലി ആക്കാവുന്ന ഒരു അൺകോൺഷ്യസ് ആക്ടിവിറ്റിയാണ്. അതുപോലെ ശ്വാസം നമ്മുടെ ബോഡിയിൽ 24/7 നടന്നുകൊണ്ടിരിക്കുന്ന പ്രസന്റ് മൊമെന്റിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇത്രയൊക്കെ ക്വാളിറ്റീസ് ഉള്ളൊരു സാധനമാണ് നമ്മുടെ ശ്വാസം. ഈ ശ്വാസത്തിനെ കുറച്ച് നേരം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ മൈൻഡ്ഫുൾനെസ് ഇംപ്രൂവ് ചെയ്യുവാനുള്ള ഏറ്റവും നല്ല ഐഡിയ. അതായത് നമ്മൾ കണ്ണടച്ചിരുന്ന് അത് ശ്രദ്ധിക്കണമെന്നാണോ വെറുതെ? അതിന് മൈൻഡ്ഫുൾനെസ് ആണെങ്കിൽ അതിന് ഒരു ഔപചാരികമായ പ്രാക്ടീസ് ഉണ്ട്. കണ്ണടയ്ക്കണോ അടയ്ക്കണ്ടോ ഒക്കെ അവനവൻ്റെ ചോയ്സ് കേട്ടോ. കണ്ണടച്ചിട്ട് തന്നെ വിചാരിക്കാം. നമ്മളടുത്ത് കംഫർട്ടായിരിക്കുന്നു. ഈ ഇരിക്കുന്ന ഇരിപ്പ് ഒരുപാട് കംഫർട്ടാവരുത്, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള ഇരിപ്പും ആവരുത്. സാമാന്യം കംഫർട്ടായ ഇരിപ്പ്. ഒരുപാട് കംഫർട്ടായി ഉറങ്ങിപ്പോവും. തീരെ കംഫർട്ട് അല്ലെങ്കിൽ നമ്മൾ ആ കംഫർട്ട് അല്ല എന്നുള്ളതിലേക്ക് ശ്രദ്ധിച്ചു പോകും. അതുകൊണ്ട് വലിയ മുദ്രകളിലും വലിയ ആസനങ്ങളിലൊന്നും പോയി ഇരിക്കേണ്ട. സിമ്പിളായിട്ടൊരു ചെയറിലോ മറ്റോ ഇരിക്കാൻ വേണമെങ്കിൽ ഇരിക്കുക, അത്യാവശ്യം കംഫർട്ടായിട്ട്. എന്നിട്ട് നമ്മൾ കണ്ണുകൾ അടച്ചോ അല്ലെങ്കിൽ കണ്ണൊന്ന് ഡൗൺ ചെയ്താലും മതി, താഴേക്ക് നോക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാൻ തുടങ്ങുക. വളരെ സാവധാനത്തിൽ, ഭയങ്കര ബലം പിടിച്ച് ചെയ്യരുത്. നാച്ചുറലി ശ്വാസം വരുന്നതും പോകുന്നതും ശ്രദ്ധിച്ചാൽ മതി. ബ്രീത്ത് ഇൻ ഇങ്ങനെ ചെയ്യുക. ഞാൻ അതിന് നല്ലൊരു ഐഡിയ പറഞ്ഞുതരാം. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ ഈ എടുക്കുന്ന വായു നമ്മുടെ മൂക്കിൻ്റെ പാലത്തിൽ തട്ടിയിട്ട് അവിടെ ഒരു തണുപ്പ് ഫീൽ ചെയ്യും. നമുക്ക് എയർ ടച്ച് ചെയ്യുന്ന ഒരു തണുപ്പ്. ഈ തണുപ്പിലേക്ക് ശ്രദ്ധിക്കുക. മറ്റൊരു ഐഡിയ, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഒരു ചൂട് ഇതേ മൂക്കിൻ്റെ പാലത്തിൽ നമുക്ക് ടച്ച് ആവും. ആ ചൂടിലേക്കും ശ്രദ്ധിക്കുക. ഈ തണുപ്പിലേക്കും ചൂടിലേക്കും തണുപ്പിലേക്കും ചൂടിലേക്കും മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഞാൻ പറയുന്നത് പ്രോപ്പർ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ ഞാൻ കൊടുക്കുന്ന പ്രാക്ടീസാണ്. അതിലിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ഒരു ചിന്ത വരും മനസ്സിൽ. മനസ്സ് വെറുതെ ഇരിക്കില്ലല്ലോ. നമ്മളിവിടെ ശ്വാസം നോക്കിക്കൊണ്ടിരിക്കുകയാണോ മനസ്സിനറിയില്ല. അതവിടെ ഒരു ചിന്ത ഉണ്ടാക്കും. ഒരു ഡിസ്റ്റർബിങ് തോട്ടായിരിക്കാം, നല്ല തോട്ടായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. ഓഫീസിൽ സംഭവിച്ച എന്തെങ്കിലും കാര്യമാവാം. സോ നമ്മൾ പൊതുവേ ഒരു മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിസ്റ്റർബ് ആവും. സോ തോട്ട് വരാൻ പാടില്ലല്ലോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനിൽ അങ്ങനെയല്ല. ഒരു തോട്ട് വന്നോന്ന് വിചാരിച്ചോ. തോട്ട് വന്നു കഴിഞ്ഞാൽ തൽക്കാലം ഈ ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാം. എന്ത് തോട്ടാണ് വന്നതെന്ന് നോക്കുക. എനിക്ക് എന്തോ ഒരു ചിന്ത വന്നിട്ടുണ്ട് ഇപ്പോൾ. ആ ചിന്തയെ പോയി ഒന്ന് അഡ്രസ്സ് ചെയ്യാം. വാട്ട് കൈൻഡ് ഓഫ് തോട്ട് ഈസ് ദിസ്? ഈ എന്തിനെക്കുറിച്ചുള്ള ചിന്തയാണ്? അപ്പോൾ നമ്മുടെ മനസ്സിനെ ഒന്ന് നോക്കുകയാണ് നമ്മൾ. ഇത് ഇന്ന് രാവിലെ ഓഫീസിലുണ്ടായ ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ചിട്ടുള്ള ചിന്തയാണ്. ഓക്കെ, ഈസ് ഇറ്റ് ഓക്കെ അല്ലേ? ഞാൻ വീണ്ടും ബ്രീത്തിലേക്ക് പോയിക്കോട്ടെ, നമുക്കിതേക്കുറിച്ച് പിന്നെ ചിന്തിക്കാം എന്ന് പറഞ്ഞ് അതിനോട് ബൈ ബൈ പറഞ്ഞ് ഞാൻ ബ്രീത്തിലേക്ക് തിരിച്ചു വരാം. അതായത് നമുക്കത് പിന്നെ നോക്കാം. അത് പിന്നെ നോക്കാം. നമ്മൾ ആ ചിന്തയെ അവഗണിക്കുന്നില്ല. ചിന്തയെ പോയി ഒന്ന് കണ്ടിട്ട് ഒരു ഗസ്റ്റിനെ പിടിച്ച് ഇവിടെ ഇരിക്കും, സോഫയിൽ ഇരിക്കും, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്ന പോലെയാണിത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആ ചിന്തയെ വെൽക്കം ചെയ്യുന്നു, ആ ചിന്തയെ റെസിസ്റ്റ് ചെയ്യുന്നില്ല, ആ ചിന്തയെ അഡ്രസ്സ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ വീണ്ടും ബ്രീത്തിലേക്ക് ഒന്ന് പോവുകയാണ് എന്ന് പറഞ്ഞ് ബ്രീത്തിലേക്ക് തിരിച്ചു വരിക. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അടുത്ത ചിന്ത വരും. ഇങ്ങനെ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ
വീണ്ടും വീണ്ടും അതേ ചിന്തകളെ അഡ്രസ്സ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ബ്രീത്തിലേക്ക് തിരിച്ചു വരണം. ഇതിൻ്റെ രസം എന്താണെന്നറിയോ? ഇന്ന് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് തുടങ്ങിയ ദിവസമാണെന്ന് വിചാരിച്ചോ അനീഷ. ഇന്ന് ഒരു 10 മിനിറ്റ് ഇരുന്ന് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ബ്രീത്തിനിടയിൽ കയറി വന്ന ചിന്തകളുടെ എണ്ണം 35 വിചാരിച്ചോ. 35 തവണ ഇതുപോലെ ചിന്തകൾ ഡിസ്റ്റർബായി വീണ്ടും തിരിച്ചു വന്നു. ഇത് ഒരു 15-20 ദിവസം കഴിയുമ്പോഴേക്കും ഈ 10 മിനിറ്റിനുള്ളിൽ ഒരു 20 ചിന്തകളായി ചുരുങ്ങിയിട്ടുണ്ടാവും. ഇതൊരു 90 ദിവസം അല്ലെങ്കിൽ ഒരു 4-5 മാസമൊക്കെ കഴിയുമ്പോഴേക്കും 10 മിനിറ്റിനുള്ളിൽ 2-3 തവണയെ ഈ തോട്ട് ഡിസ്റ്റർബൻസ് വരുള്ളൂ. 1 ഇയർ 2 ഇയർ ഒക്കെ കഴിയുമ്പോഴേക്കും 10 മിനിറ്റ് ഞാൻ ശ്വാസത്തെ ഒബ്സർവ് ചെയ്യാൻ ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ ഒരു ചിന്തയും വരില്ല. അതിൻ്റെ ഇടയിൽ ചിന്തകളുടെ എണ്ണം കുറയാൻ തുടങ്ങും. ഇങ്ങനെ നമ്മൾ 100% നമ്മൾ നമ്മുടെ ബ്രീത്തിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോയിന്റിൽ വെച്ച് മൈൻഡ്ഫുൾനെസ് എന്ന അനുഭവം ഉണ്ടാകും. ഒരു പ്രത്യേക സന്തോഷവും മനസ്സ് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നൊരവസ്ഥയും വിതൗട്ട് എനി റീസൺ നമ്മൾ ഹാപ്പി ആയിരിക്കുന്നൊരവസ്ഥ. ഇതാണ് മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ കൊടുക്കാറുള്ള ഒരു പ്രാക്ടീസ് കേട്ടോ. ഇനി മൈൻഡ്ഫുൾ ആക്ട്സ് ഉണ്ട്, അത് കുറച്ചുകൂടെ സിമ്പിളാണ്. ഒരു ഗ്ലാസ് ചായ കുടിക്കുവാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഫോൺ നോക്കാതെ ആരോടും സംസാരിക്കാതെ ഒരു ഗ്ലാസ് ചായയുടെ ടേസ്റ്റ് ആസ്വദിച്ച് കുടിക്കുക. ഒരു ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണെങ്കിൽ 100% ബ്രേക്ക്ഫാസ്റ്റ് എൻജോയ് ചെയ്യുക. കുളിക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ ഒഴിക്കുന്നതിൻ്റെയും സോപ്പ് തേക്കുന്നതിൻ്റെ മണവും പതയും അങ്ങനെ അതിൻ്റെ ഓരോ എലമെൻറ്റ്സും ആസ്വദിച്ചിട്ട് ചെയ്യുക. ഒരു വാക്കിംഗ് ചെയ്യുവാണെങ്കിൽ കാല് വെക്കുന്ന ഓരോ സ്ഥലത്തെയും പുല്ലും കല്ലും സ്ഥലങ്ങളും സൗന്ദര്യങ്ങളും ആസ്വദിച്ച് ചെയ്യുക. വ്യായാമം ചെയ്യുവാണെങ്കിൽ ബോഡിയിലുണ്ടാകുന്ന വിയർപ്പും കിതപ്പും ഒക്കെ ആസ്വദിച്ചുകൊണ്ട് ചെയ്യുക. ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയെയും 100% ആസ്വദിക്കുക. അതിൽ വേറൊന്നും മിക്സ് ചെയ്യാതിരിക്കുക. പാചകം ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഓരോ മണവും രുചിയും വർദ്ധിക്കുന്നത് ആസ്വദിച്ച് ചെയ്യുക. വസ്ത്രം അലക്കുവാണെങ്കിൽ അതിലെ അഴുക്കുകൾ ഇത്ര അഴുക്കുണ്ടായിരുന്നു, ഞാൻ ഇത്ര വരച്ചു കഴിഞ്ഞപ്പോൾ അത് ഇത്രയും ബ്യൂട്ടിഫുള്ളായി, അതിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ചെയ്യണം. ഇതിനാണ് മൈൻഡ്ഫുൾ ആക്ട്സ് എന്ന് പറയുക. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനും മൈൻഡ്ഫുൾ ആക്ട്സും നമ്മൾ ചെയ്യുവാണെങ്കിൽ നാച്ചുറലി നമ്മൾക്ക് ഡെയിലി ബേസിൽ കുറച്ച് ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, നമുക്ക് ഡെയിലി ബേസിൽ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധ കൂടും. പിന്നെ നമ്മൾക്ക് കാര്യങ്ങളോട് ബോറടിക്കില്ല. ഇത് റെഗുലറായി പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ, ഇതൊരു സൊല്യൂഷനാണോ? ഈ മാനസിക രോഗങ്ങൾക്കുള്ള സൊല്യൂഷനാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ മൈൻഡ്ഫുൾനെസ് പോലെയുള്ള പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് സാഹചര്യങ്ങളാൽ വരാൻ സാധ്യതയുള്ള ഡിപ്രഷൻ, ആങ്സൈറ്റി പോലെയുള്ള റെഗുലർ ആയിട്ട് കാണപ്പെടുന്ന മാനസിക രോഗങ്ങളുടെ വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ഹാപ്പിനെസ്സിന് നല്ല പണച്ചെലവുണ്ട് ഇന്നത്തെ കാലത്ത്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് ഹാപ്പിനെസ് വളരെ നാച്ചുറലായിരിക്കും. മുറ്റത്തൊരു പൂമ്പാറ്റ തത്തിക്കളിക്കുന്നത് കണ്ടാൽ ഹാപ്പിയാവും. ഒരു കിളിയുടെ കളകൂജനം കേട്ടാൽ ഹാപ്പിയാവും. ഒരു മഴ പെയ്യുന്ന സമയത്ത് തവളകളുടെ ശബ്ദം കേട്ടാൽ ചിലപ്പോൾ ഹാപ്പിയാവും. അത് ഈ സിമ്പിളായിട്ട് ഹാപ്പി ആവാൻ പറ്റും ഒരു മനുഷ്യന്. അതിനെയാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? നമ്മളിപ്പോൾ സംസാരിച്ചത് എന്തായാലും മനസ്സ് നിറഞ്ഞു തന്നെയാണ് സംസാരിച്ചത് എല്ലാം, അല്ലേ? അതിനുള്ള ഒരു സൊല്യൂഷനും കിട്ടി. ഇനി എന്താണ് നമുക്ക് മൈൻഡ്ഫുൾനെസ് ആയിട്ട് കിട്ടാൻ? ചെയ്തു നോക്കാനേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും എത്താം.